നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളേവരും. തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല, തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം പോയിരിക്കുന്നു. ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ ചില ത്രികോണ മത്സരത്തിന് സാധ്യതകൾ തുറന്നിടുന്ന മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് തലസ്ഥാന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. മണ്ഡല രൂപീകരണം മുതൽ കരുത്തന്മാർ മത്സരിക്കുന്ന മണ്ഡലമെന്ന് പേര് കേട്ട തിരുവനന്തപുരത്ത് ഇക്കുറി പോരാട്ടത്തിന് രംഗത്തിറങ്ങുന്നത് NDAയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും UDFൽ നിന്ന് ശശി തരൂരും LDFൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനുമാണ്. BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ കന്നി അംഗമാണിത്. നിലവിൽ ശശി തരൂരിന് ഇത് 4ാം അംഗമാണ്. 4ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മുൻ MP ആയ പന്ന്യൻ രവീന്ദ്രന് ഇത് തന്റെ 2ാം അംഗവും. മണ്ഡലത്തിൽ ഇക്കുറിയും സ്ത്രീ വോട്ടർമാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 7,27,469 സ്ത്രീ വോട്ടർമാരും 6,75,771 പുരുഷ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 41 പേരും അടങ്ങുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വോട്ട് നില. തിരുവനന്തപുരത്തിന്റെ നേതാവിനെ, തിരുവനന്തപുരത്തിന്റെ MP തെരഞ്ഞെടുക്കുക ഈ ഒരു ജനക്കൂട്ടമാകും. 2009 ശശി തരൂർ തന്നെ കന്നി അംഗത്തിനിറങ്ങുന്നത്. അന്ന് ശശി തരൂർ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ സത്യത്തിൽ ശശി തരൂരിനെ അധികം ആരും അറിയുന്നുണ്ടായിരുന്നില്ല, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി CPIയിലെ P. രാമചന്ദ്രൻ നായരെയാണ് അന്ന് ശശി തരൂർ തോൽപ്പിച്ചത്. 2014 BJPയിലെ O. രാജഗോപാലിനെ ഏതാണ്ട് വളരെ കുറഞ്ഞ മാർജിനിൽ 15,000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ച് 2ാമതും വിജയം നേടുകയായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനുമായി മത്സരിച്ചപ്പോഴും ഏതാണ്ട് 1 ലക്ഷം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് തരൂർ വിജയം ആവർത്തിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP 2ാം സ്ഥാനത്താണ് 2019-ലും 2014-ലും വന്നത്. ഈ 2 സമയത്തും CPI 3ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ 6ലും LDF വിജയിച്ചപ്പോൾ UDF 1 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങുകയായിരുന്നു. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളായിരുന്നു അന്ന് LDFനോടൊപ്പം നിന്നത്. കോവളം UDFന് അനുകൂലമായ വിധിയെഴുത്തും നടത്തിയിരുന്നു. തലസ്ഥാനത്തിന് വികസനമുണ്ടായാൽ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഫലനമുണ്ടാകുമെന്നതാണ് രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയത്. എന്നാൽ തലസ്ഥാനത്തെ വികസനം വളരെ നിർജീവാവസ്ഥയിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശശി തരൂർ ആദ്യ അംഗത്തിനിറങ്ങിയപ്പോൾ തലസ്ഥാനത്തെ ബാഴ്സലോണയാക്കുമെന്നും അതുപോലെ തന്നെ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നും ഒക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നടന്നിരുന്നു. 4ാം അംഗത്തിലും ഇത് ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ ഇവർ നോക്കിയിരിക്കുന്ന കാര്യം. സംസ്ഥാന സർക്കാരിന്റെ സഹകരണമില്ലായ്മ കാരണം പാതി വഴിയിലായ കേന്ദ്ര പദ്ധതികൾ പൂർണ്ണതയിലെത്തിക്കുകയും ഒരു തലസ്ഥാനത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന വാഗ്ദാനവുമായാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വോട്ടർമാരെ നേരിട്ട് കാണുന്നത്. തുടർച്ചയായി പരാജയം നേരിടുന്ന ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം മണ്ഡലം. അത് CPIക്കാണ് ഈ സീറ്റ് അവർ നൽകിയിരിക്കുന്നത്. ഈ മണ്ഡലം വെച്ചു മാറണമെന്ന ആവശ്യം CPMനോട് പറഞ്ഞെങ്കിലും CPMന് അനുകൂല തീരുമാനം ഉണ്ടായില്ല. കാരണം CPMനും പേടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ. സ്ഥാനാർത്ഥിക്ക് വരെ വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും രംഗത്തിറക്കുന്നത്. പന്ന്യൻ അറിയാം വീണ്ടും ഇക്കുറിയും തോൽക്കാൻ തന്നെയാണ് പന്ന്യന്റെ യോഗമെന്ന് പന്ന്യന് നന്നായി അറിയാം. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ ശശി തരൂരിനോടൊപ്പം മത്സരിക്കുമ്പോൾ തീർച്ചയായും പന്ന്യൻ രവീന്ദ്രൻ തോക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണോ അതോ ശശി തരൂരാണോ ജയിക്കുക എന്നുള്ളതാണ്. ഏതായാലും 3 വട്ടം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു MP ആണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ തിരുവനന്തപുരത്ത് യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനാണെങ്കിൽ ഒരു കൗൺസിലറിന് മാത്രം ആവശ്യമേ അവിടെയുള്ളൂ, MPയുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വിശ്വപൗരന്റെ രീതിയിൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ശശി തരൂരിനെ സത്യത്തിൽ ഇവിടെ നിന്ന് എല്ലാവരും വിജയിപ്പിച്ചു വിട്ടത്. നല്ല ഭാഷയും നല്ല സംസാര ശൈലിയും ഒക്കെയുള്ള ശശി തരൂർ ജയിച്ചു പോയാൽ എല്ലാവർക്കും ആക്സസിബിൾ ആയ ഒരു MP ആയിരിക്കുമെന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. മാത്രമല്ല മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടുമെന്നൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തിന് യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായി വന്നാൽ തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു അവസരം കിട്ടിയാൽ എത്രമാത്രം, അതായത് നമുക്കറിയാം ഒരു പ്രാവശ്യം BJPക്ക് ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുണ്ടായതെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന O. രാജഗോപാൽ ചെയ്ത സേവനങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും MP വന്നാൽ, കേരളത്തിൽ നിന്ന് ജയിച്ചൊരു MP ഉണ്ടായാൽ തീർച്ചയായും കേരളത്തിന്റെ അവസ്ഥ തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് കേരളമാണ് എന്ന വാദമുയർത്തിക്കൊണ്ട് ഇവിടുത്തെ CPMകാരും
കോൺഗ്രസ്സുകാരും ഒക്കെ ജനങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശ്രമവും BJPക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ശ്രമവും ഒക്കെ പലതരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും UP-യിലേക്ക് നോക്കി നമ്മൾ പറയും ഇത് കേരളമാണ്, ഇത് പ്രബുദ്ധരുടെ നാടാണെന്നൊക്കെ. സത്യത്തിൽ ഈ പ്രബുദ്ധത എന്തിലാണ് നമുക്ക് വേണ്ടത്? നമ്മളെ കാലാകാലങ്ങളായി മണ്ടന്മാരാക്കുന്ന ഈ ഭരണ സംവിധാനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്ത് പ്രബുദ്ധതയാണ് മലയാളിക്ക് അവകാശപ്പെടാനുള്ളത്? യഥാർത്ഥത്തിൽ എന്താണ് മലയാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റെല്ലാ സംസ്ഥാനങ്ങളും അവരുടെ കാലഘട്ടത്തിന് അനുയോജ്യമായി ആ സമയത്തെ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് അവരുടെ ജനാധിപത്യ ബോധം വെളിവാക്കുമ്പോൾ, അവരുടെ ജനപ്രാതിനിധ്യ വെളിവാക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാലാകാലങ്ങളായി വലതുവശത്തെ കാലിലെ മന്ത് ഇടതുവശത്തേക്ക് മാറുന്നത് പോലെ ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് എന്ന ഓപ്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മാറ്റം അത് ഉണ്ടാവരുത്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും യഥാർത്ഥ ജനാധിപത്യം, ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും തീർച്ചയായും അതിനനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്താൽ കേരളത്തിലും വികസനം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.